നമസ്കാരം. രാമായണ പാരായണ ദിവസങ്ങളിലെ ഇന്ന് 11ാമത്തെ ദിവസമാണ്. 11ാമത്തെ പേജുകൾ വായിക്കുകയാണ്. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദിരഭനവാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ശാരിക പൈതൽ ദാനം വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ആരണ്യകാണ്ഡം. ബാലികേ ശുഗകുലമൗലി മാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാതെ, നീലനൈരഭനിപൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജതലോചനൻ നാരായണൻ, നീലലോകിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ, കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ, പാലനപരായണൻ പരമാത്മാവ് തന്റെ ലീലകൾ കേട്ടാൽ മതിയാകയിൽ ഒരിക്കലും, ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായ ഒരു മുക്തിസാധനം രസായനം. ഭാരതീ ഗുണം തപ പരാപരമാമൃതമല്ലോ, പാരാതി പറയുന്ന കേട്ടു പൈങ്കിളി ചൊന്നാൾ, പാലോചനൻ പരമേശ്വരൻ പശുപതി, ബാലശീതാംശുമൗലി ഭഗവൻ പരാപരൻ, പ്രാലേയാചലമകളോടരുൾ ചെയ്തിടിനാൽ, ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ, രാമനാം പരമാത്മാ ആനന്ദരൂപനാത്മാ, രാമനത്വയ്യനീകനവ്യനഭിരാമൻ, ആത്രിതാവസപ്രവരാശ്രമ മുനിയുമായി എത്രയും സുഖിച്ചു വാണിയിടിനാനൊരു ദിനം. മഹാരണ്യ പ്രവേശം. പ്രത്യുഷുക്തായതൻ നിത്യനിർമ്മവും ചെയ്തു, പ്രത്യുഷുദ്ധായതൻ നിത്യകർമ്മവും ചെയ്ത്, താപസം മഹാപ്രസ്ഥാനം ആരംഭിച്ചാൻ. പുണ്ടരീയോദ്ഭവ വിഷ്ണുപുത്ര, ഞങ്ങൾക്ക് മുനിമണ്ഡല മണ്ഡിതമാം ദണ്ഡകാരണ്യത്തിന് ദണ്ഡമെന്നീ പോവാനായി അനുഗ്രഹിക്കണം. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധി തപോനിധി, ഞങ്ങളെ പെരുവഴി കൂട്ടേണം. അതിനിപ്പോ എങ്ങു നിന്നുമയക്കേണം ശിശിരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യ മത്രിമാമുനി കേട്ടു, തിങ്ങിടും കുതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു, നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടും നീ, കാരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗനകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട്, ചൊല്ലിമാമുനിതാനൊട്ടു പിന്നാലെ ചെന്ന. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോട് രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം, നിന്തിരുവടി കനിഞ്ഞെഴുന്നള്ളിയിടണം. അന്തേ ശിഷ്യജനങ്ങൾ കൊണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ട ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല പോക്കിരുന്നരുളിനാൽ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലമ്മാറും
വാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യറുകളോട് അരുളി ചെയ്തു രാമൻ, നിന്നതി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്ന് കേട്ടവர்களுം ചൊല്ലിനാരെന്തു ദണ്ഡം മന്നവാ നല്ല തോണിയുണ്ടെന്ന് ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ട് താൻ ആകുലം വേണ്ട, ഞങ്ങൾക്കുമുണ്ടല്ലോ പരിചയം. എങ്കിലാ തോണി കരേറിയിടാമെന്നവർ ചൊന്നാൽ ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ച് താപസകുമാരന്മാരോട് നിങ്ങൾ കടന്നു പോയെന്ന് ചൊന്നാൽ ചെന്നുടന ത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തം അറിയിച്ച. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമത ഘോരമായുള്ള മഹാകാനനമകം പൂക്കാൻ സില്ലിസങ്കാര നാദമണ്ഡിതം സിംഹവ്യാകൃചല്യാദി മൃഗഗണകീർണമാദപഹീനം ഘോരരാക്ഷസ കുലസേവിതം ഭയാനകം ക്രൂരസർപ്പാതിപൂർണം കൊണ്ടു രാഘവൻ ചൊന്നാൽ ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക, ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാംബരിഷകൾ. വില്ലിനി നന്നായി കുഴി കുലയ്ക്കുകയും വേണം, നല്ലൊരു ശരമൂരി പിടിച്ചുകൊള്ളുകയിൽ മുന്നിൽ നീ നടക്കണം, വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാപരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാ മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം. സീതാദേവിയും എന്നാൽ ഒരു വിധി ഉണ്ടായി വരാ, ഇത്തരം അരുൾ ചെയ്തത് പ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നു ഒരു ശേഷം പിന്നിട്ടാരുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലും മറങ്ങൊരു പുഷ്കരണിയും കണ്ട. കൽഹാരോൽപ്പല കുമുദാംബുജരക്തലോ രക്തോൽപ്പല ഫുല്ല പുഷ്പേന്ദിവരശോഭിതമജ്ജലം തോയപാനം ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുലരുന്നു യഥാസുഖം. വിരാധവധം. അന്നേരമാശു കാണായി വന്നതു വരുന്നതത്യുന്നതമായ മഹാസത്വമത്യുഗ്രാരവം ഉത്ഥുത വൃഷം കരളോജ്വല ദംഷ്ട്രാന്വിത വക്തഗഹുരം പുരാകാരമാരുണ്യനേത്രം വാമാംസസ്ഥലന്യസ്ത ശൂലാഗ്രത്തിങ്കലുണ്ട് ഭീമശാർദൂല സിംഹമഹിഷ വരാഹാദിവാരണം ഭഗവനജോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി വംശമസങ്ങളെല്ലാം ഭക്ഷിച്ചുകൊണ്ട് ഉച്ചത്തിലറി വന്നിടിനാനത് നേരം ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടത് ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തു രാമചന്ദ്രൻ, കണ്ടു നീ ഭയങ്കരനായൊരു നിശാചരൻ ഉണ്ട് നമ്മുടെ നേരെ വരുന്നത് ലഘുതരം. സന്നാഹത്തോട് ബാണം തൊടുത്തു നോക്കിക്കൊണ്ട് നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരാനി വല്ലഭേ ബാലേ സീതേ പേടിയായി ഗീതമിടോ വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതു മുന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും നിഷ്ഠുരതരമവ നെട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടി വെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്ന് കൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപീന ലോകം ഞെട്ടുമാറു ചെയ്താൻ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നതിസ്തഭയം ചാപതൂണീരവാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈകൊണ്ട് മനോഹരിയായൊരു നരിയോടും ഉൾക്കരുത്തേറുമതിപാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന ഭയം വിനാ ഘോരമാങ്കുടുങ്കാട്ട് സഞ്ചരിച്ചിടുന്നതുമെന്തോരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു തക്ഷണമുരൾ ചെയ്ത നിക്ഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം. രാമനൻ എനിക്ക് പേരെന്നോട് പത്നിവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണനെന്നു നാമം ഇവനും സോദരൻ ഒക്കിതുവനാന്തരം ജനകനിയോഗത്താൽ
രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിയുന്നു. ശ്രുത്വാ രാഘവ വാക്യമട്ടഹാസവും ചെയ്തു വക്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി വൃദ്ധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ, ശക്തനാം വിരാതൻ നീ കേട്ടിട്ടില്ലേ? ഇത്ര ലോകത്തിൽ എന്നെ ആരറിയാതെയുള്ള എത്രയും മൂഢൻ ഭവാനെന്നിഹ ധരിച്ചേ ഞാൻ. മദ്ഭയം നിമിത്തമായി താമസന്മാരും എല്ലാം ഇപ്പോൾ ഇപ്രദേശത്ത് വെടിഞ്ഞൊക്കെ ദൂരെ പോയാൽ നിങ്ങൾക്ക് ജീവിക്കയിൽ ആശയുണ്ടുള്ളിലെങ്കിൽ ലംഘനാരതയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോ. പിന്നല്ലായെങ്കിൽ എനിക്കിപ്പോൾ തിങ്ങിടും വിശപ്പടക്കിയിടുവൻ ഭവാന്മാരാൽ. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തുകൊണ്ട് രാഘവനപ്പോൾ പത്രികൾ കൊണ്ട് കഷ്ടങ്ങൾ അറുത്തപ്പോൾ വൃത്തിച്ചു രാമം പ്രതിവക്രവും പിളർന്നതി സത്വരം നക്തഞ്ചരനോടടുത്താനത് നേരം വസ്ത്രങ്ങൾ കൊണ്ട് കണ്ടിച്ചിടിനാൻ പാദങ്ങളും. ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാൻ ഏതുരാമൻ. രക്തവും പരന്നിത് ഭൂമിയിൽ ഇത് കണ്ട് ചിത്ത കൗതുകത്തോട് ഉണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനാൻ അപ്സര സ്ത്രീകളെല്ലാം മറ്റുച്ഛം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗി സ്വർണഭൂഷണം കൊണ്ട് സൂര്യസന്നിഭകാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്ഥികാരിണം ഋണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയകരം ഇന്ദിരാരമണമിന്ദീവരതള ശ്യാമമിന്ദ്രാരി വൃന്ദാരവൃന്ദവർദ്ധിതപാദം സുന്ദരം സുകുമാരം സുഹൃതിജനമനോ മന്ദിരം രാമചന്ദ്രം ജഗദാഭിരാമം. വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിയാൻ, ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തി കമലാപതി ധരപതി. ദുർവാസാവായ മുനിതനുടെ ശാപത്തിനാൽ ഗർവിതനായ ഒരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ട് ശാപബന്ധവും തീർന്ന മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ. സന്തതമിനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിന് ഭക്ത്യ. വാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യാകണം, വാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകണം. ശ്രോതങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകണം, നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാകണം. ഉത്തമാംഗീന നമസ്കരിക്കയായി വന്നിടണം, ഉത്തമ ഭക്തന്മാർക്ക് വൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തേ നമോ, നമസ്തേ രാമാത്മായ രാമ നമോ നമഃ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം, നമസ്തേ രാമായ ലോകാഭിരാമായ സമ. ദേവലോകത്തിന് പോവാൻ അനുഗ്രഹിക്കണം, ദേവദേവാശ പുനർന്നപേക്ഷിച്ചിടുന്നേ. നിന്മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിട കമ്പുജ വിലോചന സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ നിന്നു കൊടുത്തു വരങ്ങളും മുക്തനെന്നീ കണ്ടു കിട്ടുകയില്ലെന്നെ. ഭക്തിയുണ്ടായാൽ ഉടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനെയും കൈക്കൊണ്ട് വിദ്യാധരൻ കാമലാഭീന പോയി നാഗലോകവും പൂക്കാൻ ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷന് ദുഷ്കൃതമകന്നു മോക്ഷത്തെ പ്രാപിച്ചിടാ. ശരഭംഗ മന്ദിര പ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകീദാനം പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം പൂക്കാൻ സാക്ഷാലീശ്വരനി മാംസീക്ഷണങ്ങളെ കൊണ്ട് വീക്ഷ്യതാപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ദവക്വാദികളിൽ ആദിത്യം ചെയ്തു ചിത്ത
നന്ദമുൾക്കൊണ്ട് ശരഭങ്കനും അരുൾ ചെയ്തു, ഞാൻ അനേകം നാളുണ്ട് വാർത്തിരിക്കുന്നതിത്ര ജാനകിയോടും നിന്നെ കാണുന്നതിനാശയാലേ ആർജവബുദ്ധ്യാ ചിരം തപസാ ബഹുതരം മാർജിച്ചേനല്ലോ പുണ്യമെന്നു ഞാൻ അവയെല്ലാം മർത്യനായി പിറന്നോരു നിനക്കു തന്നീടിനേരത്ത് ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ നിന്നെയും കണ്ടു പുണ്യവും നികലാക്കി എന്നീ ദേഹത്യാഗം ചെയ്യരുതെന്ന് തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നത് ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭങ്കനാം തപോധനൻ യോഗീശനായ രാമൻ തൻപാദം വണങ്ങിനാൻ ചിന്തിച്ചിടുന്നേ നന്ദസന്തതം ചരാചര ജന്തുക്കളന്തർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദുർവാദലശ്യാമളമം ഓജാക്ഷം ചീരവാസസം ജടാമകുടം ധനുർധരം സൗമിത്രീ സേവ്യം ജനകാത്മജാസമന്വിതം സൗമുഖ്യ മനോഹരം കരുണാരത്നാകരം കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടുകൊണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശപാദം പാപിച്ചിടിനാൽ നവോധന ആകാശമാകെ വിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാൻ പാകശാസനൻ പാദാംഭുജവും വണങ്ങിനാൻ മൈഥില്യ സമുദ്രേണ താപസഗതി കണ്ട് കൗസല്യാതനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരിമുഖ്യന്മാരും ഒക്കെ പോയി സ്വർഗം പൂക്കാൻ. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞൊരനന്തരം വൃത്രാരിമുഖ്യന്മാരും ഒക്കെ പോയി സ്വർഗം പൂക്കാൻ. മുനിമണ്ഡലാഗമനവും തദ്വാശ്രമ പ്രവേശവും. ദണ്ഡകാരണ്യ തലവാസികളായ മുനി മണ്ഡലം ദാശരഥി വന്നത് കേട്ട് ചണ്ഡധീതികുല ജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാണുവാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകി ദേവിദാനും ആ മുനിമാരെ വീണു നമസ്കാരവും ചെയ്ത താപസന്മാരും ആശീർവാദം ചെയ്തവർകളോ ലാഭോകാനന്ദ വിവശന്മാരായ ചെയ്താർ. നിന്നയുടെ തത്വം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. പന്നകൂത്തമതൽപ്പേ പള്ളി കൊണ്ടുന്ന ഭവാൻ ധാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായത് ഭൂവി മാർത്താണ്ഡകുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നത് ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതുമല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്ക് തീർത്തിടുവാനെന്നത് ന്യൂനം. നാനാ താപസകുല സേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശുനി കൂടെ പോന്നീടണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായവരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനിപർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടുമല്ലേ വെല്ലുകളെല്ലാം ഒരു കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൽ മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടങ്ങളുമെല്ലാം മത്രൈവ മൂലമെന്തോ അത്രയുണ്ടാവാനഹു. തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം രാമഭദ്രാനീൽക്ക മുനിസത്വന്മാരെ കൊന്ന് നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ഇദ്ദേശ്യമസ്തി വ്യാപ്തമായി ചമഞ്ഞുനാഥ. ശ്രുത്വാവൃത്താന്തമിത്തം കാരുണ്യപരവശ ചിത്തനായൊരു പുരുഷോത്തമനമരൽ ചെയ്തു. നിഷ്ഠൂരതരമായൊരു ദുഷ്ടരാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോ നിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനീതി നത്യവും ചെയ്തു തത്ര
നിത്യസമ്പൂജ്യമാനനായ വനവാസികളാൽ തത്ര തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വീനന്ദനയോടും മനജനോടും കൂടി സംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞത് വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു. സുതീഷ്ണാശ്രമ പ്രവേശം. സുതീഷ്ണാശ്രമ പ്രവേശം. വിഖ്യാതമായ സുതീഷ്ണാശ്രമം മനോഹരം മുഖ്യതാവസകുല ശിഷ്യ സഞ്ജയപൂർവം സർവർത്ത് ഗുണഗുണ സമ്പന്നനും അനുഭവം സർവകാലാനന്ദദാനോദയമത്യദ്ഭുതം സർവപാദ ഫലതാകുൽമസങ്കുലസ്ഥലം സർവസൽ പക്ഷിമൃഗഭുജംഗ നിഷേവിതം. രാഘവൻ അപരജൻ തന്നോട് സീതയോടും മാഗതനായിതെന്ന് കേട്ടു ഒരു മുനിശ്രേഷ്ഠൻ. കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനാരദൻ മുനി സംഭ്രമത്തോട് ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു ചെന്നാൻ. സംഭൂജിച്ചരുളിനാൻ അർഘ്യപാദ്യാദികളെ ഭക്തിപൂണ്ടശ്രു ജലനേത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ. നിന്തിരുവടിയുടെ രാമ മന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ മദ്ഗുരുനിയോഗത്താൽ. ബ്രഹ്മശങ്കര മുഖ്യവന്തമാദ്യമാം പാദമല്ലോ നിന്മഹാമായാർണവം കടപ്പാനെന്തോരു ബോധം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ, വേദ്യമല്ലാതൊരു നാളു ആരാലും ഭവതത്വം. ത്വത്ഭക്തഭൃത്യഭൃത്തനായിടേണം ഞാൻ, ത്വൽപാദാംബുജം നിത്യമുൾക്കാമ്പിൽ വസിക്കണം. പുത്രഭാര്യാർത്ഥ നിലയാന്ധകൂപത്തിൽ വീണ് ബദ്ധനായി മുഴുകിയിടുമെന്ന നിന്തിരുവടി ഭക്തവത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്ന ഉദ്ധരിച്ചിടണമേ സത്വരം ദയാനിധി. മൂത്രമാംസാമേധ്യാന്ത്രപുൽഗലപിണ്ഡമാകും ഗാത്രമൂർത്തോളമതി കശ്മല തിങ്കലും ഉള്ളാസ്തയാം മഹാമോഹപാശബന്ധുവും ചെയ്തി ചാത്തിനാശന ഭഗവാൻ വാഴുവെന്നുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്രജപരതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായ ദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്രജപവിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായ ദേവി ബന്ധിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ ദേവപാദങ്ങളെ പോലെ വിശ്വേശ്വപോറ്റി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനികളായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജം ഭവവിഷ്ണു രൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു. മോഹനാത്മാനാം നാനാരൂപങ്ങളായി തോന്നുന്ന ലോകത്തിങ്കൽ ഭാനുമാഞ്ചലം പ്രതിവേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞു വാസിപ്പൂ ഞാൻ ദയാനിധി. അതൈവ ഭരണചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മത്തപോബലവശാൽ ത്വന്മന്ത്രജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായ കർമ്മണാമഗോചരമായ ഒരു ഭവദ്രൂപം ത്വന്മായാവിടംബനരചിതം മാനുഷ്യകം മന്മഥകോടി കോടി സുഭഗം കമനീയം കാരുണ്യപൂർണ നേത്രം കാർം മുഖവാണധരം സ്മേരസുന്ദരമുഖമജിനാംബരധരം സീതാസംയുതം സുമിത്രാത്മജ നിഷേവിതപാദപങ്കജം നീലനിരതകളേപരം കോമളമിത ശാന്തമനന്ത ഗുണമപി രാമരാത്മാ രാമമാനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷമധ്യമ മനേത്ര ഗോചരമായോരിത്തിരുമേ നിത്യം ചിത്തേ വാഴുക വേണം.
മുറ്റിടും ഭക്തിനാമാം ഉച്ചരിക്കായിടണം. മറ്റൊരു വരം അപേക്ഷിക്കുന്നതേ നേരല്ല പോറ്റി. വന്ദിച്ചു കൂപ്പി സ്തുതിച്ചീടിന മുനിയോട് മന്ദഹാസവും പൂണ്ട് രാഘവൻ അരുൾ ചെയ്തു. നിത്യവും ഉപാസന ശുദ്ധമായിരിപ്പോരും ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുന്നേ. സന്തതം എന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷിതന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് എന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. ത്വൽകൃതമേ മീതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും. സൽകൃതി പ്രവരനാം ഭക്തിന് വിശേഷിച്ചും സത്ഭക്തി ഭവിച്ചിടും. ബ്രഹ്മജ്ഞാനമുണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ. താപസോത്തമ ഭവാൻ എന്നെ സേവിക്കും മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശി. ഉണ്ടൊരു ആഗ്രഹം തവചാര്യ നാമാഗസ്ത്യനെന്നെ കണ്ടു വന്ദിച്ചുകൊള്ളുവാൻ എന്തതിനാവതിപ്പോൾ. തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹമെത്രയുണ്ടടുത്തു അഗസ്ത്യാശ്രമം നീ. ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൽ സുധീഷ്ണനു അസ്തുതേ ഭദ്രമേ മമതു തോന്നിയതിന്ന് ഞാൻ കാട്ടുവനല്ലോ വഴി കൂടി പോന്നെടുത്ത നാൾ. വാട്ടമെന്നേ വസിക്കേ മഞ്ഞിവിടെ നാം. വസ്തുതേ ഭദ്രമത് തോന്നിയതിന് ഞാൻ കാട്ടുവീനല്ലോ വഴി കൂടി പോന്നെടുത്ത നാൾ. വാട്ടമെന്നേ വസിക്കേ മഞ്ഞിവിടെ നാം. ഒട്ടുനാളുണ്ട് ഞാൻ കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമാമോദത്തോടെ തക്കപ്പോയി കാണാമല്ലോ. ഇത്തമാനന്ദം കൊണ്ട് രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനവും ചെയ്ത് സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാങ്ങേ പോയി ചെന്നിത് രാമനഗസ്ത്യാനുജാശ്രമേ. ജപം വന്നു സൽക്കാരം ചെയ്താനഗസ്ത്യ സഹജനം വന്യഭോജനവും ചെയ്തെന്നവരെല്ലാവരും അന്യോന്യം സല്ലാപവും ചെയ്തിരുന്നൊരു ശേഷം അഗസ്ത്യ സന്ദർശനം. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാ കാനനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം. സർവ്വത്തോ ഫലകുസുമാഠ്യപാദഫലതാ സമൃതം നാനാമൃഗസഞ്ജയ നിക്ഷേപിതം. നാനാപക്ഷികൾ നാദം കൊണ്ടതി മനോഹരം കാനനം ജാതി വൈരരഹിത ചിന്തപൂർണം. നന്ദന സമാനമാനന്ദദാനാഥ്യം മുനി നന്ദനവീരധ്വനി മണ്ഡിതമനുഭവം. ബ്രഹ്മർഷിപ്രവരന്മാരമര മുനികളും സാമോദം കൊണ്ട് വാഴും മന്ദിര നികരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടാരോരോ തരം നല്ല സംഖ്യാവസ്തുക്കളുമുണ്ട് ഇല്ലാതെ വണ്ണം. ബ്രഹ്മലോകവും അതിനോട് നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോ ചൊല്ലുന്നു കാണും തോറും. ആശ്ചര്യം ഓരോ നിവ കണ്ടവരും ചെന്നാശ്രമത്തിന് പുറത്തെടുത്തു ശുഭദശയെ വിശ്രമിച്ചാനന്തരമരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിനിപ്പോൾ. വേഗേന ചെന്നു ഭവാനഗസ്ത്യ മുനീന്ദ്രനോട് ആഗതനായോരു എന്നെ അങ്ങുണർത്തിച്ചിടണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നതുപാശ്രമം. ശ്രുത്വാരോമോക്തം സുധീഷ്ണൻ മഹാപ്രസാദമിൽ ത്യുക്ത്വാ സത്വരം ഗത്വാചാര്യമന്ദിരം മുദാനത്വാദം ഗുരുവരമഗസ്ത്യം മുനികുല സത്തമം ഉത്തമ ഭക്തേ സഞ്ജയാവൃതം രാമമന്ത്രാർത്ഥ വിഖ്യാത തൽപരം. ശിഷ്യന്മാർക്കായി കാമദമഗസ്ത്യൻ മഹാത്മാരാമം മുനീശ്വരം ആരൂഢവിനയം കൊണ്ട് ആനവക്രത്തോട് മാരാൽ വീണുടൻ രണ്ട നമസ്കാരവും ചെയ്തിടിനാൾ.
രാമനാം ദാശരഥി സോദരനോട് നിജ പാമിനിയും ഉണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്ന പുറത്തു ഭാഗത്തു കാരുണ്യാബ്ധി നിൻ തൃക്കഴലിനെ കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ മുമ്പേ തന്നെ കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു. കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൽ ഭദ്രം തീരകുമാര രഘുനാഥമാനായ ക്ഷിപ്രം രാമ ഭദ്രം മേ ഹൃദി സ്ഥിതം. ഭക്തവത്സലം ദൈവം പാർത്തിരുന്നിടുന്നു ഞാൻ എന്ന നാളുകൾ കാളുണ്ട് കാണുവാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമപൂർവം. രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘ ശ്യാമളം നളിനാക്ഷം. ഇത്യുക്ത്വാ സർവസമുത്ഥായ മുനിപ്രവരോത്തമൻ മതീജിത്തമത്യന്ത ഭക്ത്യാ മുനിസത്തമന്മാരോടും നിജ ശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രഭക്തം പാർത്തിരുന്നരുൾ ചെയ്താൽ ഭദ്രം ദേ നിരന്തരമസ്തു സന്തതം. രാമഭദ്രം മേ ദൃഷ്ട്വാ ചിരമദ്വൈവ സമാഗമം. യോഗ്യനായിരിപ്പോരിഷ്ടാതിഥിബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രീതനായിതു ഭവാൻ ആദ്യവാസരം മമ സഫലമത്രയല്ല മത്താപസാല്യവും വന്നിത് ജഗൽപതി. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താൻ തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ടു ഭക്ത്യാ ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഠാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദിശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദ ജാതസ്രവന്ന നേത്രകീലാകുലനായ താപസവരൻ ഏകേനകരേണ സംഗൃഹ്യ രോമാഞ്ചാന്വിതം രാഘവനുടെ കരപങ്കജമതിധൃതം സ്വാശ്രമം ജഗാമഹൃഷ്ടാത്മനാമുനിശ്രേഷ്ഠ ആശ്രിതജനപ്രിയനായ വിശ്വേശ്വം രാമം. പാദ്യാർഘ്യാസനമധുവർക്കമുഖ്യങ്ങളുമാപാദ്യ സംപൂജ്യ സുഖമായി ഉപവിഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ട് സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനനെ കാന്തേ ചൊല്ലിയിടിനാൾ. അഗസ്ത്യ സ്തുതി. നീ വരുന്നതും പാർത്ത് ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിത്തിരത്തിങ്കൽ നിന്ന് അരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാവഹരണം ചെയ്തിടുവൻ എന്തു തന്നെ. സാരസാനന സകലേശ്വരതയാനിധി ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിയനെ ആനന്ദ സ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോക സൃഷ്ടിക്കു മുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധി വിരഹിതൻ തന്നെ മായതനിക്കാശ്രയഭൂതയായി തന്നെ ശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തദ്ഗുണങ്ങളെ അനുസ്മരിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നതും എന്നെ ഉന്നം ദിവ്യമാമ വ്യാകൃതമെന്നുള്ള ഉപനിഷത്വശാൽ മായാവിയെ മൂലപ്രകൃതി എന്ന് ചൊല്ലും വിദ്വാൻമാരവിധി എന്നും പറയുന്നല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നത് പലതരം എന്നാൽ സംക്ഷോഭ്യ മാണയാകിയതന്നിൽ നിന്നാൽ സംക്ഷോഭ്യമാണയാകിയമായതന്നിൽ നിന്നുണ്ടായ വന്നു മഹത്തത്വം എന്നാണല്ലോ ചൊല്ലു. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹാദ്വേദികളേവം മൂന്നായി ചൊല്ലിടുന്നു.
സാത്വികം രാജസവും താമസം എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞത് മുന്നമെന്നറിഞ്ഞാലും താപസം തിങ്കൽ നിന്നു സൂക്ഷ്മാത്ര തന്മകളും ഭൂമി പൂർവകസ്തൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായി ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദേവതകളും പിന്നെ സാത്വികത്തിങ്കൽ നിന്ന് മനസ്സുമുണ്ടായി വരാം. രൂപകം ലിംഗമവിറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്ന് ദിവ്യനാം വിരാട് കുമാരനുണ്ടായതെന്ന് കേൾപ്പു. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചരലോകങ്ങളാകുന്നതും ദൈവമാനുഷ്യത്തിര്യോനിജാതികൾ ജംഗമൗഖപൂർണമായി വന്നു. ത്വന്മായ ഗുണങ്ങളെ ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനന്ദത്തിനുമുണ്ടായി വന്നു. ലോക സൃഷ്ടിക്കുരജോ ഗുണമാശ്രയിച്ചല്ലോ. ലോകേശനായ ധാതാനാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്ന് രക്ഷിപ്പിക്കാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും ബുദ്ധി ജാതികളായ ഭക്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജഗത് സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിന്നെല്ലാം സാക്ഷിയായ ജന്മയൻ ഭഗവാൻ നിർവൃത്തൻ നിത്യന്യേക നവിനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ശിവാനിശിച്ചു ഭവാൻ മോദമപ്പോളം അംഗീകരിച്ചുമായ തന്നെ തന്മൂലം ഗുണവാനെ പോലെയായി ഭവാൻ. ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാക്കിയ വിദ്യയെന്നല്ലോ ചൊല്ലൂ നിവർത്തിനിരതന്മാർ അവിദ്യവശന്മാരായി വർത്തിച്ചീടിന ജനം. പ്രവൃത്തി നിരതന്മാരെത്ര എന്നേ ഭേദമുള്ളൂ വേദാന്ത വാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ. വിദ്യാത്മകൻ അവിദ്യാവശകന്മാർ നിത്യം സംസാരികൾ അവശ്യം തത്വജന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരായെന്നു ചൊല്ലുന്ന തത്വജന്മാർ ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യ തന്നെ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തത്ഭക്തി സമ്പന്നമായുള്ളവ േകാന്തമുക്തവാന്മാരിലെല്ലാം സംശയമോർത്താൽ ത്വത്ഭക്തി സുദാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയില്ല. ശ്രീരാമ രഘുപതി കേവലജ്ഞാനമൂർത്തി ശ്രീരാമ രമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധു. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതി. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിടുന്നു. സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷ്ണവന്മാരായി സദാ ഭക്തന്മാരായി നിവൃത്താഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗമന്മാരുമായി സംന്യസ്തകർമാക്കളായി ദുഷ്ടമാനസന്മാരായി ബ്രഹ്മപരന്മാരായി ശിഷ്ടാചരീകപാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയായ മാതി സമ്പന്നന്മാരായി ഗാന്ധി ശമതമസാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസി അവൽ കഥാശ്രവേണ രതിയുണ്ടാം. ത്വൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനാജ്ഞാനാദികൾ കൊണ്ട് ശാപമോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിങ്കിൽ നിന്നതെല്ലാം ആകയാൽ ഭക്തിയും നിങ്കലേ പ്രേമവായ്പയും
രാഘവാ സദാ ഭവിക്കണമേ ദയാനിധി. ത്വൽപാദാബ്ജങ്ങളിലും ത്വത്ഭക്തന്മാരും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നത് മമ ജന്മമെന്നും മത്കുസ്തുലിൽക്കും വന്നിതു സഫലമായില്ലെന്നോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നിതു മന്നേത്രവും സിദ്ധയാസാർത്ഥം കൃതിവസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥി. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേ ഇടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട നാനാവി കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകുലം മാനസീ ഭവദ്രൂപം തോന്നേണം ദയാംബുദേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരിതനാൽ മുന്നം നിശബ്ദമായ ജാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖണ്ഡത്തോടും ആനന്ദ വിവശനായി പിന്നെയും മുരൾ ചെയ്തു. ഭൂഭാരഭൂതനായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനിഷ്ടമാക്കിയിടണം വൈകാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീമായയോടും രാക്ഷസവധത്തിൻ നിവർത്തിനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ അവിടെ എങ്ങനെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലൊരു ആശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി. ശേഷമുള്ളൊരു കാലം തത്രേ വസിച്ചു. നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുക ഉടനനുജ്ഞം നൽകി മുനി. സുത്വൈതൽ സ്ത്രോത്രം സാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി. ബാണജാപങ്ങളാദികളും തത്രൈവ നിഷേവിച്ചു വീണുടൻ നമസ്കരിച്ച അഗസ്ത്യപാദാംബുജം. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാജനകിയോടും എഴുന്നള്ളിയ നേരം ബാണചാപാദികളും തത്രൈവ നിഷേവിച്ചു വീണുടൻ നമസ്കരിച്ച അഗസ്ത്യപാദാംബുജം. യാത്രയും അയപ്പിച്ച് സുമിത്രാത്മജനോടും പ്രീത്യാജനകിയോടും എഴുന്നള്ളിയിടും നേരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ ഹൃദ്രമിതമാം രാമ രാമ. ശ്രീരാഘവാത്മായ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതം. നാരായണായ നമോ നാരായണായ നമോ നാരായണ നമോ നാരായണ. ഇതോടുകൂടി രാമായണ പാരായണത്തിലെ 11ാമത്തെ ദിവസത്തെ പേജുകൾ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.